സമസ്ത പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിച്ച് സന്ദീപ് വാര്യർ. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെയാണ് സന്ദർശനം. ആത്മീയ രംഗത്ത് സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന സമസ്തയുടെ നേതാവാണ് ജിഫ്രി തങ്ങളെന്ന് സന്ദീപ് പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്, സുവർണ്ണലിപികൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് ഗുണകരമായിട്ട് വരും. ശബ്ദങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. നോക്കൂ, ഈ നമ്മൾ കേരളത്തിലെ ഈ ഒരു വിവിധ സോഷ്യൽ സെഗ്മെൻറ്റുകളിൽ കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. വലിയ പ്രകാശ ഗോപുരങ്ങളാണ്. അത്തരം ആളുകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക്, പുതിയ തലമുറയിൽ രാഷ്ട്രീയ നിലയ്ക്ക് അവരെ കാണുക, അതെ, അവർ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി സന്തോഷിക്കാൻ, എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിൻ്റെ, സാമൂഹിക സമരസതയുടെയൊക്കെ സന്ദേശം പുറം ലോകത്തേക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മുടെ നാടിന് എന്തുകൊണ്ട് ഗുണമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മതേതരത്വത്തിന് വേണ്ടി അണിനിരക്കണമെന്ന സന്ദേശമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സന്തുഷ്ടരായിട്ടാണ് ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായിട്ടുള്ള അഭിപ്രായം. അതെ, മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിനുള്ള വലിയ നായികല്ലായിരിക്കും തീർച്ചയായിട്ടും. അതായത് കേരളത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മതസംഘടനകളൊക്കെ പറഞ്ഞത്. അത് പാലക്കാട് ജന തിരിച്ചറിയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അതാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കം CPM നടത്തുന്ന സമയത്ത് അവർ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത, മാനവിക സൗഹാർദ്ദം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ആർക്കാണ്? സംസ്ഥാനം ഭരിക്കുന്നവർക്കാണ്. ആ സംസ്ഥാനം ഭരിക്കുന്നവർ തന്നെ ഈ UDFൻ്റെ ഒരു വിജയം അത് തടയാൻ വേണ്ടി BJP ജയിക്കുന്ന സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിന് ഗുണകരമാണോ? നാട്ടിനത് ഗുണകരമല്ലല്ലോ. ഈ പരസ്യബന്ധത്തിനപ്പുറം ഈ സമസ്തയുടെ ഒരു പത്രമൊക്കെ ധാർമ്മികപരമായിട്ട് ഒരു ഉത്തരവാദിത്വമില്ലേ? ഭിന്നിപ്പിന്റെ സമയങ്ങളിൽ അതൊക്കെ തങ്ങളത് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM BJPക്ക് വോട്ട് മറിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രചരണം. സ്വാഭാവികമായിട്ട് BJPയിൽ താങ്കൾക്ക് കുറേ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ? അത് CPM BJP സഖ്യമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഇതുണ്ടായിട്ടുണ്ടല്ലോ. അത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട്. CPMനൊരു വോട്ട് കൊടുത്താൽ അത് BJPയെ സഹായിക്കലാണ്. പാലക്കാട് ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. CPMലേക്ക് പോകുന്ന ഓരോ വോട്ടും BJPയെ സഹായിക്കും. ആ നിലപാടുകൾ മതേതര വിശ്വാസികൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയക്കാര്യത്തിന് വേണ്ട. ഞാൻ BJPക്കകത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ആ കാര്യം കൃത്യമായ മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. താങ്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മതേതര നിലപാടിനെ ശക്തിപ്പെടുത്തുക, അതിന് സന്തോഷം. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതാണ് ഒരു സ്വഭാവമുള്ള നിലനിന്നിട്ടുണ്ട്. അതിനകത്ത് പോയാൽ ഞാൻ എപ്പോഴും ഞങ്ങളെയും അതുപോലെ തന്നെ വലിയ അനുഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയെപ്പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
സാമുദായിക വിദ്യാഭ്യാസ ആത്മീയ സംഘടനയുടെ ഏറ്റവും ശീർഷനായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹവുമായി കാണാൻ സാധിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സമയത്ത് അതൊരു വലിയ പിന്തുണയും അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ വരാൻ ആഗ്രഹിച്ച സ്ഥലമാണിത്. ഇപ്പോഴാണ് സമയം ഒത്തുവന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു, സന്തോഷം. അദ്ദേഹം വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് അദ്ദേഹം സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. വലിയ സന്തോഷം. ഈ കയ്യെഴുത്ത് പ്രതി നൽകുന്നതിനുള്ള ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താണ്? നമ്മൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ, ആ മതസ്വാതന്ത്ര്യമടക്കം തുല്യതയടക്കമുള്ള മൂല്യങ്ങൾ, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ, കോൺഗ്രസിൻ്റെ ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന, എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ഭരണഘടന. അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ തങ്ങളെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണമെന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹവും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ്, അതൊക്കെ ചർച്ചയിൽ വന്നോ? ഇല്ല, അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല.